അങ്ങനെ ആവുമ്പോൾ നമ്മളെന്താ ചെയ്യാ, ഇപ്പൊ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാതാണ് ആളുകൾക്ക് ചിലപ്പോൾ. ഹലോ സുഹൃത്തുക്കളെ, നമ്മളെ പുത്തനത്താണി സാന ബസാറിലാണ് മുഹമ്മദ് സ്വാഗതമാട്. നമ്മൾ 2 വർഷം മുന്നേ ഒരു കൽനട്ടറിൻ്റെ ഒരു സെല്ലാജ് എടുത്തിരുന്നു, ഡബിൾ ഡോറുള്ള സെല്ലാജ് എടുത്തിരുന്നു. അപ്പോൾ എല്ലാവരും വന്നിട്ട് സാന ബസാറിൽ നിന്നാണെങ്കിലും മറ്റുള്ള കടകളിൽ നിന്നാണെങ്കിലും നമ്മളെ വീട്ടാവശ്യത്തിന് അല്ലെങ്കിൽ ഒരു പുര കൂടി ഇരിക്കുമ്പോഴൊക്കെ അതാണ് കുട്ടികൾക്കും അല്ലെങ്കിൽ വീട്ടുകാർക്കൊക്കെ ആവശ്യമുള്ള ഇത് സെല്ലാജ, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള കൽനട്ടറിൻ്റെ എല്ലാ ഉപകരണങ്ങളും മറ്റ് ഏത് കമ്പനീൻ്റെ ആയാലും വിവിധ കമ്പനീൻ്റെ സെല്ലാജുകളും എന്താണ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ പുത്തനത്താണി പുതിയ സ്റ്റോറിലാണ്, സാന ബസാർ പുത്തനത്താണി. അപ്പോൾ ഇവിടുന്ന് എടുത്തതായിരുന്നു ഒരു സെല്ലാജ. ഏകദേശം 21,000 റുപ്യോളം 21,000 റുപ്യോളം എമൗണ്ട് കൊടുത്തിട്ടാണ് അന്ന് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതിനെന്തോ ഒരു ചെറിയൊരു ബോർഡ്, അതിൻ്റെ 10 വർഷം പോലെ അതിൻ്റെ കംപ്രഷറിന് 10 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. 10 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ബോഡിക്ക് ആകെ 1 വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. ബോഡിക്ക് ഒരു വർഷത്തെ വാറണ്ടിയാണ്. പിന്നെ അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ബോർഡ് പോയിട്ട് എന്താണ് ഏകദേശം ഒരു വർഷം എന്താണ് 4-5 മാസം പോലെ ആയി ബോർഡ് പോയിട്ട്. ഇതുവരെയായിട്ട് കമ്പനിക്ക് വിളിച്ചിട്ട് കമ്പനി ഇപ്പോൾ അത് ബോർഡില്ല, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പാർട്സുകളൊന്നും ഇല്ല, ബോഡിയായിട്ടുള്ള പാർട്സുകളൊന്നും ഇറങ്ങണില്ല, നന്നാക്കാൻ പറ്റില്ല, എന്നാൽ റിട്ടേൺ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ കഴിയുന്ന ആളുകളും ഒരു കടയിലും വന്നിട്ട് കൽനട്ടറിൻ്റെ സാധനങ്ങൾ വാങ്ങാതിരിക്കുക. പരമാവധി ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണ് കൽനട്ടറിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അവരതിൻ്റെ അതിൽ പാഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ എടുക്കാനാണ്, അവർക്ക് സാധനം റിട്ടേൺ കൊടുക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത്. റിട്ടേൺ കൊടുത്തിട്ട് അവർക്ക് പുതിയ സാധനം വീണ്ടും നമ്മൾ പുതിയ സാധനം വാങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ പാർട്സുകൾ മാറ്റുക, അല്ലെങ്കിൽ റിപ്പയറിങ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ പരമാവധി ആളുകൾ ഇത്തരം കടകളിൽ കയറിയിട്ട് കൽനട്ടറിൻ്റെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും നാളെ ഇതാണ് അനുഭവിക്കുക. വലിയ പൈസ ഉള്ള ആളുകൾക്കൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മളെപ്പോലത്തെ സാധാരണ ആളുകൾക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയമാണ്. അപ്പോൾ നമ്മൾ അതാണ് ഇപ്പോൾ സാന ബസാറിൽ അതിലായിട്ട് കമ്പനി ആളുകളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരമാവധി ആളുകൾ സാന ബസാറിൻ്റെ മറ്റുള്ള എന്താണ് കൽനട്ടറിൻ്റെ ഒരു ഉപകരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും വാങ്ങാതിരിക്കുക. സാന ബസാർ പുത്തനത്താണി തിരുനാവായ റോട്ടിലാണ് ഇപ്പോൾ വരെ പുതിയ ഷോപ്പുള്ളത്. ഈ പുതിയ ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ അവരെ പഴയ ഷോപ്പിൽ നിന്നാണ് നമ്മൾ സാധനം എടുത്തിട്ടുള്ളത്, കൽനട്ടറിൻ്റെ സാധനം എടുത്തിട്ടുള്ളത്. കൽനട്ടറിൻ്റെ സാധനങ്ങൾ പരമാവധി ആളുകൾ എടുക്കാണ്ടിരിക്കുക. എന്താണെന്നാൽ ഡിപ്പയറിങ്ങും കാര്യങ്ങളും സർവീസും കാര്യങ്ങളൊന്നും അവർ നടത്തുന്നില്ല. അവർ സർവീസിന് വന്ന് നോക്കിയിട്ട് ബോർഡായിട്ടും മറ്റുള്ള പാർട്സുകളായിട്ടും ഇറങ്ങണില്ല, അതിൻ്റെ സ്പെയർ പാർട്സുകൾ കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കണില്ല. അതുകൊണ്ട് സെല്ലാജ് റിട്ടേൺ കൊടുക്കാൻ പറയാം, വീണ്ടും പുതിയത് ഇറക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. മറ്റുള്ള എല്ലാ എൽജിൻ്റെ ആണെങ്കിലും മറ്റുള്ള എല്ലാ സാധനത്തിൻ്റെയും പാർട്സുകൾ ഇന്ന് എല്ലായിടത്തും കിട്ടുന്ന സംഗതിയാണ്. പക്ഷേ ഇവരുടെ മാത്രം കിട്ടണില്ല. അപ്പോൾ അത് പരമാവധി എടുക്കാതിരിക്കുക. ദയവ് വിചാരിച്ചിട്ട് ആരും എടുക്കരുത്. ഇത്തരം ആളുകളെ കമ്പനീനെ പ്രോത്സാഹിപ്പിക്കാനല്ലല്ലോ. നമ്മൾ പാവപ്പെട്ട ആളുകൾ ഇതെടുത്തു കഴിഞ്ഞാൽ അത് പരമാവധി യൂസ് ചെയ്യാനാണ് നമ്മൾ നോക്കുക. അല്ലെങ്കിൽ കൊല്ലം തോറും ഇതിങ്ങനെ ഫ്രിഡ്ജ് മാറ്റുക, സെല്ലാജ മാറ്റുക, അങ്ങനെയുള്ള വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള മറ്റുള്ള മെറ്റീരിയൽസൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന പരിപാടികളല്ല. റിപ്പയർ ചെയ്ത് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും അത് റിപ്പയർ ചെയ്യുക. എന്നിട്ട് പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് എടുത്തേണ്ടത് നമ്മൾ സാന ബസാറിൽ നിന്നാണ്. അപ്പോൾ ആളുകൾ വീഡിയോ കാണുന്ന ആളുകൾ എന്ത് ചെയ്യണം, കൽനട്ടറിൻ്റെ സാധനങ്ങൾ പരമാവധി എടുക്കാതിരിക്കുക. ഒരു കടയിലും പോയിട്ട് അത് നമ്മളിപ്പോൾ കോട്ടക്കലും തിരൂരൊക്കെ പോകുമ്പോൾ അവരെ സാധനങ്ങൾ അന്വേഷിക്കുന്നതാണ്. അന്വേഷിച്ചിട്ടിപ്പോൾ എന്താണ് നമ്മൾ എടുത്തത് പുത്തനത്താണിക്ക് നിന്നാണ് എടുത്തത്. ഡബിൾ ഡോറുള്ള എന്താണ് ഇതാണ് എടുത്തിരുന്നത്, സെല്ലാജായിരുന്നു എടുത്തിരുന്നത്. അവർ ഇപ്പോൾ അത് നന്നാക്കി തരുന്ന അതിൻ്റെ റിപ്പയറിങ്ങും കാര്യങ്ങളും ചെയ്യണില്ല. അപ്പോൾ അതിന് ആരും അത് എടുക്കാതിരിക്കുക. നല്ല അന്വേഷിക്കുമാണ് പാർട്സ് കിട്ടുമോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് പാർട്സുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ ഏത് മെറ്റീരിയൽസും എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ദിവസേന റിട്ടേൺ ആക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.